അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി. നമുക്ക് നല്ല ഓഡിയോ ക്വാളിറ്റി തരുന്ന ബെസ്റ്റ് ബഡ്ജറ്റ്, അതായത് ലോ ബഡ്ജറ്റിലുള്ള ഒരു മൈക്കിനെ പറ്റിയാണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കിനെ പറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ബോയ മൈക്കാണ്. ഈ മൈക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വോയിസ് ഇതിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ മൈക്കിൻ്റെ പ്രൈസ് 775 രൂപയ്ക്ക് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്, ഓഫർ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഈ മൈക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓൺലൈൻ ടീച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്ന രീതിയിലോ നമുക്കൊരു കോളർ മൈക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ കയറി സെർച്ച് ചെയ്തിട്ട് നമ്മളൊരു 200-300 ബഡ്ജറ്റ് മൈക്കൊക്കെ നമ്മൾ വാങ്ങാൻ നോക്കും. പക്ഷേ അങ്ങനെയുള്ള മൈക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇയർഫോണിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി എന്താണോ ആ ഒരു ക്വാളിറ്റിയെ 200-300 റേഞ്ചിലെ മൈക്കിന് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും നോയിസ് ക്യാൻസലേഷനുള്ള മൈക്ക് വേണം, അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ അതൊക്കെ ഒരു 1500-2000 റേഞ്ചിനുള്ളതാകും. ഫസ്റ്റ് ഒരു ലോ ബഡ്ജറ്റ് മൈക്ക് വാങ്ങുക, പിന്നെ നമ്മൾ ഈ ഫീൽഡിലൊക്കെ ഒരുപാട് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് നോയിസ് ക്യാൻസലേഷനൊക്കെ നന്നായിട്ടുള്ള മൈക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയും സമയം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ബോയ മൈക്ക് വെച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഞാൻ മൈക്ക് യൂസ് ചെയ്യാതെയാണ് സംസാരിക്കുന്നത്. മൈക്കിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാനത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മൈക്ക് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യുമ്പോഴുള്ള ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സെല്ലാം ഈ മൈക്ക് ക്യാച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നും ആമസോണിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരെ ബൈ.